ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് മൈ ചാനൽ. നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ പുരുക അങ്ങനെ വീട്ടിൽ തന്നെ ഷേപ്പ് ചെയ്യുന്നുള്ളതാണ്. ഷേപ്പ് ചെയ്തെടുക്കാനാണ് കാണിച്ചു തരാൻ പോകുന്നത്. വലിയ പെയിനൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. ഞാൻ ഇതിന് മുമ്പേ നമ്മളൊരു ഫേഷ്യൽ എയറൊക്കെ ഷേവ് ചെയ്യുന്നൊരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു. അതിനകത്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു പുരുകൻ ഷേപ്പ് ചെയ്യുന്നത്. പക്ഷേ അത് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടൊന്നും ഇല്ല. കുറച്ച് ഇങ്ങനെ കുഞ്ഞു ഇന്ന മുടിയൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഹെയറൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്തെടുത്തായിരുന്നു. അതൊന്ന് ഒതുക്കി കൊടുത്തിട്ട്. പക്ഷേ ഇതെങ്ങനെയല്ല, കറക്റ്റായിട്ട് എങ്ങനെയാണ് നമുക്ക് നല്ല വളർന്ന് നിൽക്കുന്ന ഒരു പുരുക എങ്ങനെയാണ് ഷേപ്പ് ചെയ്തെടുക്കാനായിട്ട് കാണിച്ചത്. നിങ്ങൾക്ക് എൻ്റെ പുരുകം കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല രീതിയിൽ തന്നെ വളർന്ന് നിൽക്കുകയാണ്. അന്നേരം ഈ ഒരു പുരുക എങ്ങനെയാണ് നല്ല നീറ്റായിട്ട് എടുക്കാനാണ് കാണിച്ചു തരാൻ പോകുന്നത്. അന്നേരം പിരിവ് എടുക്കാൻ 2-3 മാർഗ്ഗങ്ങളുണ്ട് കേട്ടോ. നമുക്ക് നൂല് വെച്ച് ത്രെഡ് വെച്ചെടുക്കാം, അല്ലെങ്കിൽ ബ്ലേഡ് വെച്ചൊക്കെ എടുക്കാം. അപ്പോൾ ത്രെഡ് വെച്ചൊക്കെ നമ്മൾ എടുക്കുകയാണെങ്കിൽ നമുക്കത് അറിയാൻ പറ്റുന്ന എടുത്തതിന് നമുക്ക് ഇതായിപ്പം. അല്ലെങ്കിൽ വേറൊരു ഇതെന്ന് വെച്ചാൽ ഇതേപോലെ കേട്ടോ, ഇതേപോലത്തെ ഒരു പ്ലക്കറി കിട്ടും. അത് വെച്ച് ഇത് വെച്ച് ചെയ്യുവാണെങ്കിൽ കുറച്ച് നല്ല വേദന ആയിരിക്കും കേട്ടോ. കുറച്ചധികം നല്ല വേദന, കാരണം ഇതിങ്ങനെ പിഴുത് വരുന്ന പോലെ നമ്മളിങ്ങനെ കറക്റ്റിന് ചെയ്യുമ്പോൾ പിഴുത് വരുന്ന പോലെ കേട്ടോ ഹെയർ. അതുകൊണ്ട് തന്നെ നല്ലൊരു വേദന എടുക്കും. അന്നേരം ഇത് വെച്ചാൽ അധികം വേദനയൊന്നും ഇല്ലാതെ നമുക്ക് എടുക്കാനും പറ്റും. അത് എന്താണെന്ന് കാണിച്ചു തരാം കേട്ടോ. ഇത് വെച്ചുണ്ടോ ഇപ്പോൾ എടുക്കുമ്പോൾ തന്നെ എൻ്റെ കണ്ണൊക്കെ നല്ല നിറഞ്ഞ് നല്ല വേദനയുണ്ട്. നല്ല വേദന എടുക്കും നമുക്കിതൊക്കെ ചെയ്യുമ്പം. പിന്നെ ചിലവർക്ക് ഇത് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഈസി. എനിക്ക് ഏറ്റവും കൂടുതൽ ഈസിയാണ് ഇതേപോലത്തെ ഐബ്രോസ് ഷേപ്പ്നർ കിട്ടും കേട്ടോ, നമുക്ക് മേടിക്കാം. ഇത് വെച്ച് തന്നെയായിട്ട് ഞാൻ നമ്മളെ ഫേഷ്യൽ ലെയേഴ്സൊക്കെ റിമൂവ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത് കേട്ടോ. അന്നേരം ഞാൻ ഇത് വെച്ച് എങ്ങനെ ചെയ്യുന്നത് കാണിച്ചു തരാം. ഞാൻ ആദ്യം ഇതേപോലെ സ്പൂളി വെളുത്തി എടുത്തിട്ടുണ്ട് കേട്ടോ. അന്നേരം ഇപ്പം ഇങ്ങനെ സ്പൂളി തന്നെ വേണമെന്നില്ല കേട്ടോ. നമുക്കിപ്പം നമ്മൾ ഐബ്രോസ് പെൻസിലൊക്കെ മേടിക്കുമ്പോൾ അടുത്തൊരു ബ്രഷ് പോലത്തെ കിട്ടില്ല, അതായാലും മതി. അത് വെച്ച് ജസ്റ്റ് ഒന്ന് നമ്മൾ ഈ ഒരു പിരുകം ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി കേട്ടോ. അന്നേരം അത് വെച്ച് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ചീകി കൊടുക്കുക. അങ്ങനെ ചീകി ഇങ്ങനെ വെച്ച് കൊടുത്തപ്പം നിങ്ങൾക്ക് കണ്ടോ, ഇങ്ങനെ ചീകുമ്പോൾ എൻ്റെ ഈ ഒരു സൈഡ് കുറച്ച് മുടി ഇല്ല കേട്ടോ. ഇങ്ങനെ ഹെയർ കുറച്ച് ഇങ്ങനെ പൊഴിഞ്ഞു പോയിട്ടുണ്ട്. ഐബ്രോസിൽ പിരുകത്തിൽ കുറച്ചും ഹെയറിന് പൊഴിഞ്ഞു പോയിട്ടുണ്ട്. എന്നാൽ ഇതൊക്കെ ഒന്ന് കറക്റ്റായിട്ട് വരുന്ന എനിക്ക് എടുത്ത് വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ അവിടെ ജസ്റ്റ് ഇങ്ങനെ പൊക്കി ഇങ്ങനെ ചീക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ആ റേസർ എടുത്തുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഇതേപോലെ ഒന്ന് എന്താ നമ്മൾ ആ ഒരു കറക്റ്റ് ഷേപ്പ്, എനിക്കിപ്പോൾ ഏകദേശം മുമ്പ് ഞാൻ എടുത്ത് വെച്ചിന് ആ ഒരു കറക്റ്റ് ഷേപ്പ് ഉണ്ട് കേട്ടോ. ആ രീതിയിലാണ് എടുക്കുന്നത്. നിങ്ങളിപ്പോൾ ആദ്യമായിട്ടൊക്കെ എടുക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് നമ്മൾ ഐബ്രോ പെൻസിലൊക്കെ വെച്ച് ഡാർക്കായിട്ടുള്ള ഐബ്രോ പെൻസിലൊക്കെ വെച്ച് ജസ്റ്റ് ഒന്ന് വരച്ചിടുക കേട്ടോ. വരച്ചിട്ടിട്ട് ആ ഒരു രീതിയിലിട്ട് നമുക്കിപ്പോൾ ഏത് രീതിയിലാണോ വേണ്ടത് ആ ഒരു ഇതിൽ വരച്ചിട്ടിട്ട് നമ്മൾ എടുക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. എന്നാൽ എനിക്കിപ്പോൾ മുമ്പ് എടുത്തതിൻ്റെ ആ ഒരു ഇത് ഷേപ്പ് കിടപ്പുണ്ട് കേട്ടോ. ആ ഒരു രീതിയിലാണ് എടുക്കുന്നത്. നമ്മളിത് ചെയ്യുമ്പോൾ ജസ്റ്റ് ഒന്നിങ്ങനെ വലിച്ച് പിടിക്കുക. നമ്മുടെ സ്കിന്നും ജസ്റ്റ് ഒന്നിങ്ങനെ വലിച്ച് പിടിച്ചിട്ട് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. ഞാൻ എപ്പോഴും താഴെ നട്ടം എടുക്കുന്നത് ആദ്യമേ. ചില ആൾക്കാർക്ക് മേളിൽ നട്ടോ ആദ്യമേ എടുക്കുന്നത്. എനിക്ക് ബാക്കി താഴെ നിന്ന് എടുത്തിട്ട് പിന്നെ മേളിൽ ഷേപ്പ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അന്നേരം ഞാൻ ആദ്യമേ ജസ്റ്റ് ഈ ഒരു അവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഒതുക്കിക്കൊണ്ടുണ്ട്, എന്താ പറയുക, പിരികത്തിൻ്റെ ആ ഭാഗത്തൊന്ന് ജസ്റ്റ് ഒന്ന് ഒതുക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ ഇത് ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തിടും. എന്നിട്ട് ഞാൻ മേളത്തെ ഭാഗം ഒതുക്കി കൊടുക്കുക കേട്ടോ. മേളിലൊന്ന് ഇങ്ങനെ മേളത്തെ ഭാഗം ഒന്ന് ഒതുക്കി കൊടുക്കുകയാണ്. നമ്മൾ മേളിൽ ഇപ്പോൾ എടുക്കുമ്പോഴത്തേക്കും നമ്മുടെ നെറ്റിയിൽ അവിടെയുള്ള എല്ലാ ഹെയർസും റിമൂവ് ചെയ്യണം കേട്ടോ. ഇത് വെച്ച് തന്നെ നല്ലൊരു അതും കൂടി ചെയ്യുമ്പോൾ കുറച്ചും കൂടി നല്ലൊരു ഇത് കിട്ടും കേട്ടോ. കുറച്ചും കൂടി വെട്ടം കിട്ടുന്ന പോലെ പറയത്തില്ല മുഖത്ത്. അതേപോലെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഫ്രണ്ടിലത്തെ മേളത്തെ ഭാഗം ജസ്റ്റ് ഒന്ന് ഒതുക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അതേപോലെ തന്നെ സൈഡിലും ഇതേപോലെ തന്നെ ജസ്റ്റ് ഇങ്ങനെ അവിടുത്തെ ഹെയറും കാര്യങ്ങളൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ അറ്റത്തായിട്ട് ഒരുപാട് അങ്ങ് നൈസ് ആക്കുന്നില്ല കേട്ടോ. ജസ്റ്റ് കട്ടിക്കായിട്ട് വെക്കുന്ന, ഒരുപാട് നൈസ് ആക്കുന്നില്ല. അങ്ങനെ മേളത്തെ ഭാഗം ജസ്റ്റ് ഒന്ന് ഒതുക്കി കഴിഞ്ഞിട്ട് ഞാൻ ജസ്റ്റ് താഴെ നമ്മൾ ആ ഒരു ഐബ്രോ സ്റ്റാർട്ട് ചെയ്തില്ല അവിടെ ജസ്റ്റ് ഒന്ന് ഇതേപോലെ ഒന്ന് ആ റേസർ ഒന്ന് നേരെ പിടിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ആ ഒരു ലെവലിന് കറക്റ്റായിട്ടൊന്ന് ഇങ്ങനെ എടുത്ത് കൊടുക്കുക കേട്ടോ. നിങ്ങൾക്കിപ്പോൾ നോക്കുകയാണെങ്കിൽ മനസ്സിലാവും എൻ്റെ പുരുകത്തിൽ പലയിടത്തും ഹെയറൊന്നും ഇല്ല കേട്ടോ. ഹെയറൊക്കെ പൊഴിഞ്ഞു പോയിട്ടുണ്ട്. അന്നേരം അതൊക്കെ കറക്റ്റായിട്ട് എനിക്ക് കിട്ടണം. നമ്മൾ എടുക്കുമ്പോൾ അതായത് കുറച്ച് ഇതാട്ടോ. അന്നേരം കറക്റ്റ് മിക്കയിടത്തും ഇതൊന്നും ഇല്ലാത്തതുകൊണ്ട് കറക്റ്റ് ഷേപ്പിനൊക്കെ എടുത്തില്ലെങ്കിൽ ഭയങ്കര വൃത്തികേടായിരിക്കും. ഞാൻ പിരിയുന്ന താഴത്തെ ഭാഗമാണ് ഇതേപോലെ തന്നെ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. കറക്റ്റ് ഒരു രീതിയിൽ എടുത്തിട്ടുണ്ട് കേട്ടോ എല്ലാം. ഇത് നമ്മളൊന്ന് ഒന്നും കൂടെ നോക്കുക കേട്ടോ. നമ്മൾ എവിടെയെങ്കിലും കുഞ്ഞു ഹെയറൊക്കെ നിൽക്കുന്നുണ്ടോ എന്ന്, അങ്ങനെ അവിടെയൊക്കെ ജസ്റ്റ് ഇതേപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഒന്നും കൂടി ഒന്ന് ആ റേസർ വെച്ചൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക അവിടെ മൊത്തം. അത് നോക്കുക, കുഞ്ഞു ഹെയറൊക്കെ നമുക്ക് കാണാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. നമ്മൾ നല്ല നോക്കുക എവിടെയെങ്കിലും നിപ്പുണ്ടോ എന്നൊക്കെ. അതിൻ്റെ സ്പൂളിൽ യൂസ് ചെയ്തിട്ട് ജസ്റ്റ് ഇതിങ്ങനെ ചീകി കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് ചീകി കൊടുക്കുമ്പോൾ എക്സ്ട്രാ നിൽക്കുന്ന ഹെയറൊക്കെ നമുക്ക് മനസ്സിലാകാൻ കൂടി. ഇങ്ങനെ ചീകി കൊടുക്കുമ്പോൾ എക്സ്ട്രാ ഹെയറൊക്കെ ഇങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കളയാം കേട്ടോ.
ചീകി കൊടുക്കുക. ചീകി ഇങ്ങനെ നമ്മൾ ചീകി ഇങ്ങനെ നമുക്ക് അറിയാൻ പറ്റും എക്സ്ട്രാ ഹെയറൊക്കെ. അതൊക്കെ ഒന്ന് ജസ്റ്റ് ഷേപ്പ് കറക്റ്റ് ഷേപ്പിനൊന്ന് കട്ട് ചെയ്ത് കളയാം കേട്ടോ. നിങ്ങൾ ഫസ്റ്റ് ടൈം ചെയ്യുന്ന ഒരാളൊക്കെ ആണെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ ഇതൊന്ന് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അത് പേടിയിരിക്കും ഇത് ശരിയാവുമായിരിക്കും, ഇത് തെറ്റിപ്പോകുമോ എന്നൊക്കെ ഒരു ചെറിയ പേടി കാണുമായിരിക്കും. അത് നമുക്ക് 2-3 വട്ടം ചെയ്ത് നമുക്ക് ഓക്കെ ആവും കേട്ടോ. പിന്നെ എങ്ങനെ എടുക്കേണ്ടതെന്നൊക്കെ മനസ്സിലാവും നമുക്ക് കറക്റ്റായിട്ട്. പിന്നെ നമ്മൾ ഈ നടുക്കത്തെ ഉണ്ടല്ലോ, നമ്മൾ ഈ 2 പുരുക്കത്തിൻ്റെയും നടുക്കായിട്ടുള്ള അവിടുത്തെ ഹെയറൊക്കെ ഒന്ന് ഇങ്ങനെ റിമൂവ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് നമ്മൾ ഒരു സൈഡിലെ പുരുവൊക്കെ ഇതേപോലെ തന്നെ ഷേപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കണ്ട് തന്നെ മനസ്സിലാകാൻ വ്യത്യാസം, രണ്ടും കൂടെ നോക്കി നമ്മൾ മനസ്സിലാവും വ്യത്യാസം. ഒരു സൈഡ് നമ്മൾ കറക്റ്റ് ഇപ്പോൾ ഇതേപോലെ നമ്മൾ അടുത്ത സൈഡും ചെയ്ത് കൊടുക്കാം കേട്ടോ. നമ്മളിപ്പോൾ ചെയ്തെങ്ങനെയാണ് അതേപോലെ ചെയ്ത് കൊടുക്കുക കേട്ടോ അടുത്ത സൈഡും കൂടി. നമുക്ക് ഐബ്രോ ഷേപ്പ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. നമുക്ക് നിങ്ങൾക്ക് കണ്ട് തന്നെ മനസ്സിലായി ഭയങ്കര എളുപ്പമാണ്. ഇനി നിങ്ങൾക്ക് ഇത് കാണുന്നതിൽ നിങ്ങൾക്ക് ഡൗട്ടോ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ കമൻറ്റ് ചെയ്തേക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം ഇത് കണ്ട് മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. നമുക്ക് വേറൊരു ഡീറ്റെയിൽ ആയിട്ട് വേറൊരു വീഡിയോ ചെയ്യാം. ഇങ്ങനെ കറക്റ്റ് വരച്ചൊക്കെ ഇട്ടിട്ട് കറക്റ്റ് അളവും കാര്യങ്ങളും വരച്ചൊക്കെ ഇട്ടിട്ട് അങ്ങനെ നമുക്ക് ചെയ്യാം കേട്ടോ വേണമെങ്കിൽ. അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ ചിലർക്കൊക്കെ ഇങ്ങനെ ഒരുപാട് ഇങ്ങനെ വരച്ചും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴത്തേക്കും ചിലർക്ക് ഡൗട്ട് വരും ചില ആൾക്കാർക്ക്. അത് ഒഴിവാക്കാൻ വേണ്ടി ഇങ്ങനെ ചെയ്യുമ്പോൾ ഇങ്ങനെ ചെയ്തിട്ട് ഡൗട്ടും കാര്യങ്ങളും ഉണ്ടെങ്കിൽ പറയാം കേട്ടോ. എന്തായാലും നമുക്ക് വേറൊരു വീഡിയോ ചെയ്യാം കേട്ടോ. നല്ലതായിട്ടുള്ള വേറൊരു വീഡിയോ ചെയ്യാം. കറക്റ്റ് ആ ഒരു എങ്ങനെയാണ് കറക്റ്റ് ഇത് വരേണ്ടതെന്നൊക്കെ ഉള്ള വീഡിയോ ചെയ്യാം കേട്ടോ. നമ്മളിപ്പോൾ ഒരു സൈഡ് പിരിക നമ്മൾ ഷേപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് ആ രീതിയിൽ നമ്മൾ അതേപോലെ അടുത്ത സൈഡ് ചെയ്യണമെങ്കിൽ നമുക്കിങ്ങനെ വരച്ചിടാം കേട്ടോ. ആ ഫോട്ടോ വേണമെങ്കിൽ അതെങ്ങനെയാണെന്ന് ജസ്റ്റ് കാണിച്ചു തരാം കേട്ടോ. ജസ്റ്റ് ഇതേപോലെ ഒന്ന് ഇങ്ങനെ വരച്ചിട്ടുണ്ട്. ഇതിനകത്ത് കാണിക്കുക ചിത്രത്തെ കാണിക്കുക ജസ്റ്റ് ഇങ്ങനെ വരച്ചിടാം കേട്ടോ. ഇങ്ങനെ 2 ചിത്രം കാണിച്ചു തന്നിട്ടുണ്ട്. ഇതേപോലെ ഒന്ന് വരച്ചിട്ടാൽ മതി കേട്ടോ. വരച്ചിടുമ്പോൾ നമുക്ക് കറക്റ്റ് ആ ഒരു ഷേപ്പിൽ തന്നെ നമുക്ക് അപ്പുറ സൈഡും അടുത്ത സൈഡിൽ പിരികവും ത്രെഡ് ചെയ്തെടുക്കാൻ പറ്റും, ഷേപ്പ് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ നമുക്ക്. അത് നമുക്കൊരു ഡൗട്ട് വരത്തില്ല. ആ ഒരു ഡൗട്ട് വരാതിരിക്കാൻ വേണ്ടി അങ്ങനെ ചെയ്തിടുവാണെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. നമ്മൾ ആദ്യമൊക്കെ 2-3 വട്ടം ചെയ്യുമ്പോൾ ഇതേപോലെ ഇങ്ങനെ വരച്ചൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് പിന്നെ ചെയ്ത് കഴിയുമ്പോൾ കറക്റ്റ് നമുക്ക് മനസ്സിലാവും. ഫസ്റ്റ് ടൈമൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ജസ്റ്റ് ഇതേപോലെ കറക്റ്റ് ആ ഒരു ഷേപ്പിൽ അതേപോലെ കാണിച്ചിരിക്കുന്ന പോലെ തന്നെ ഒന്ന് വരച്ചിട്ടാൽ മതി കേട്ടോ. കറക്റ്റ് വരച്ചിട്ട് ചെയ്താൽ മതി. നമുക്ക് കറക്റ്റ് രണ്ട് സൈഡിലെയും പുരുക കറക്റ്റായിട്ട് കിട്ടും കേട്ടോ അന്നേരം. ഇതാണ് നമ്മൾ ഷേപ്പ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഫൈനൽ റിസൾട്ട് എന്ന് പറയുന്നത്. നമ്മൾ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ വളരെ എളുപ്പത്തിലാണ് നമ്മൾ ചെയ്തത്. വേദനയും കാര്യങ്ങളും ഒന്നും തന്നെ ഇല്ലായിരുന്നു. അങ്ങനെ നമുക്ക് തന്നെ സ്വയമേ ചെയ്യാൻ പറ്റും. വേറെ ആരെ ഹെൽപ്പും കാര്യങ്ങളും ഒന്നും വേണ്ട. അത് ഇത്രയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടതിന് എന്ത് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ.